നമസ്കാരം. ഞാൻ ബിജിഷോളു, പ്രൊഫഷണൽ ഫുൾ ടൈം ട്രേഡറാണ്. എല്ലാവർക്കും ബിജിഷോളു മാർക്കറ്റ് പ്രഡിക്ഷൻ ആൻഡ് അനാലിസിസിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയിൽ കഴിഞ്ഞ ആഴ്ചയിൽ എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്, വരും ആഴ്ചയിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, എങ്ങനെ വിദഗ്ധമായിട്ട് ട്രേഡുകൾ നമുക്ക് മാനേജ് ചെയ്യാം. നിഫ്റ്റിയിലും കഴിഞ്ഞ ആഴ്ചയിലായാലും ഒരു പോസിറ്റീവ് ട്രെൻഡിൻ്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയായിരുന്നു. നമ്മൾ സൂചിപ്പിച്ചിരുന്ന ഒരു ലെവൽസിൻ്റെ മുകളിൽ തന്നെയാണ് നിഫ്റ്റി ഇപ്പോഴും നിലനിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ടായാലും ഈ ഒരു കറണ്ട് ഒരു സെന്റിമെന്റിലായാലും അവസാന ദിവസത്തിൽ ആ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നാലും ഈ ഒരു കറണ്ട് ഒരു സെന്റിമെന്റിലായാലും ഇതൊരു പോസിറ്റീവ് സെന്റിമെന്റ് തന്നെയാണ്. അപ്പോൾ വരും ദിവസത്തെ ഒരു ക്ലോസിങ്, വരും ദിവസത്തെ ഒരു അപ്ഡേറ്റ് അറിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും നമുക്ക് ആ ഒരു കൃത്യമായിട്ടൊരു ഡയറക്ഷൻ മാർക്കറ്റിൽ ലഭ്യമാകുന്നത്. അപ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം മാർക്കറ്റ് ഹയർ ലെവലിൽ സ്ട്രഗിൾ ചെയ്തതിന് ശേഷം അതിനുശേഷമാണ് ആ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് മാർക്കറ്റിൽ അത് വന്നിരിക്കുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിലായാലും ഇപ്പോൾ ഒരു ആഴ്ചയിലായാലും നിഫ്റ്റിനെ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്, അപ്പോൾ ഏതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവൽ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിഫ്റ്റിയുടെ കുറച്ചൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് സപ്പോർട്ട് വരുന്നത് 19,100 അടുത്താണ്. അപ്പോൾ 19,100 അടുത്ത് വരുന്ന ഒരു സപ്പോർട്ടുകളാണ് നിഫ്റ്റിയുടെ കുറച്ചൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവല്. അപ്പോൾ ഈ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആയാലും ട്രെൻഡ് റിവേഴ്സലായിട്ട് നമുക്ക് ഇതിനെ കരുതാനായിട്ട് പറ്റില്ല. കാരണം ഇത് ഇൻട്രാഡേ ലെവലിലാണ് നമുക്കത് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പം കേസ് മുകളിലേക്കുള്ള ഒരു മൂവ്മെന്റ് ആയാലും താഴത്തേക്കുള്ള ഒരു മൂവ്മെന്റ് ആയാലും കൃത്യമായിട്ട് ഇനി ക്യാച്ച് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു പൊസിഷനിൽ ഒരു ഡയറക്ഷൻ മുകളിലേക്ക് കിട്ടണമെങ്കിൽ 19,100 ഹോൾഡ് ചെയ്തുകൊണ്ട് ഒരു ബൈ ഓപ്പർച്യൂണിറ്റി വരണം. അന്നേരമാണ് ആ ഒരു മുകളിലേക്കുള്ള ഒരു മൂവ്മെന്റിന് ആ ഒരു സ്ട്രെങ്ത് മാർക്കറ്റിൽ വരുന്നത്. അപ്പോൾ ഇപ്പോൾ നല്ലൊരു സപ്പോർട്ടിൽ വരുമ്പോഴാണ് ശരിക്കും നിഫ്റ്റിയിലും ആ ഒരു ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. നിഫ്റ്റിയിലും ഈ ഒരു ലെവലിൽ കുറച്ചൊരു സ്ട്രഗിൾ ചെയ്തിട്ടാണ് നിലനിൽക്കുന്നത്. പക്ഷെ ഇതൊരു ട്രെൻഡ് റിവേഴ്സൽ ഏരിയ അല്ല. പക്ഷേ ഈ പറയുന്ന ഒരു ലെവലുകൾ വരും ദിവസത്തെ ഒരു ക്ലോസിംഗ് അനുസരിച്ച് ഈ പറയുന്ന ഒരു ലെവലുകളിൽ വ്യത്യാസം വരാം. അപ്പോൾ ഓരോ ദിവസത്തെ ഒരു അപ്ഡേറ്റ് ശ്രദ്ധിക്കുക. നിഫ്റ്റിയിലായാലും എപ്പോഴൊക്കെയാണ് ആ ഒരു ബൈ സെന്റിമെന്റ് നിലനിൽക്കേണ്ടത്, എപ്പോഴൊക്കെയാണ് ഷോർട്ട് സെല്ല് നിലനിൽക്കേണ്ടത്, ഏതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലിൽ നിന്ന് നമുക്ക് വരും ദിവസത്തെ ഒരു അപ്ഡേറ്റിൽ നമുക്ക് നോക്കാം. അപ്പോൾ അതിന് മുൻപ് തന്നെയായിട്ട് നമുക്ക് ഒരു ഇൻട്രാഡേയിൽ കഴിഞ്ഞ ദിവസത്തിൽ മാർക്കറ്റിൽ എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്, വരും ദിവസങ്ങളിലായാലും ഇൻട്രാഡേയിൽ ഈ നിഫ്റ്റിനെ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നമുക്ക് നോക്കാം. അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ചയിലായാലും നമ്മൾ നിഫ്റ്റിയിലായാലും എക്സ്പയറി അപ്പോൾ 19,400 19,300 അടുത്താണ് ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് നമ്മൾ നൽകിയിരുന്നത് 420 അപ്പോൾ 420 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത ആ ഒരു ബൈയുടെ ഒരു സെന്റിമെന്റിലാണ് നമ്മൾ ആ ഒരു എക്സ്പയറിയിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നത്. നിഫ്റ്റിയിലായാലും നമ്മൾ ഒരു കൃത്യമായിട്ടുള്ള ഒരു എക്സ്പയറിയുടെ ഒരു ഡയറക്ഷൻ നമ്മൾ നൽകിയിരുന്നില്ല. പക്ഷെ ബാങ്ക് നിഫ്റ്റി നമ്മൾ എക്സാക്റ്റ് ആയിട്ട് എക്സ്പയറി അതിന് താഴെ നിലനിൽക്കുമെന്ന് സൂചിപ്പിച്ചിരുന്നു. എക്സാക്റ്റ് ആയിട്ട് ആ ഒരു ബാങ്ക് നിഫ്റ്റി നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒരു ഡയറക്ഷനിലാണ് ബാങ്ക് നിഫ്റ്റി വന്നിരുന്നത്. അവസാനത്തെ ദിവസത്തിലായാലും നമ്മളത് സൂചിപ്പിച്ചിരുന്നു 19,440 റെസിസ്റ്റൻസ് നൽകിയിരുന്നത്. ആ റെസിസ്റ്റൻസിന്റെ ഒരു മുകളിലായിരുന്നു നിഫ്റ്റിയുടെ ഒരു ഓപ്പണിംഗ് ക്യാൻഡിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു ഓപ്പണിംഗ് തന്നെ ഒരു ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാനുള്ള ഒരു അവസരമായിരുന്നു. ഹയർ ലെവലിലേക്ക് മുകളിലേക്ക് പോകാൻ ശ്രമിച്ചെങ്കിലും ഓൾ ടൈം ഹൈയിൽ നിന്ന് ഇതൊരു ഫാൾസ് ബ്രേക്ക് ഔട്ട് നടത്തിക്കൊണ്ട് മാർക്കറ്റ് താഴത്തേക്ക് വലിയൊരു ഫാള് മാർക്കറ്റ് വരുന്നതാണ് കണ്ടിരിക്കുന്നത്. ഇപ്പൊ നിഫ്റ്റിയിലായാലും ബാങ്ക് നിഫ്റ്റിയായാലും ഓൾ ടൈം ഹൈ നിന്നായാലും അതുപോലെ തന്നെ ഏറ്റവും വലിയ ലോവർ ലെവലിൽ നിന്നായാലും നിഫ്റ്റി ആയാലും ആ ഒരു ഫാൾസ് മൂവ്മെന്റുകൾ നടത്തിയിട്ടാണ് എപ്പോഴും ആ ഒരു വലിയൊരു മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാറ്. പല പഴയ വീഡിയോസിലൊക്കെ സ്ഥിരമായിട്ട് നിങ്ങൾക്ക് വാച്ച് ചെയ്യുമ്പോൾ ഞാൻ ഈ പറയുന്ന ഒരു വാചകം കേട്ട് കാണും. അതായത് ഇതൊരു ഫാൾസ് മൂവ്മെന്റ് മുകളിലോട്ട് നടത്തി ബയേഴ്സിനെ ഒരു ട്രാപ്പിലാക്കിക്കൊണ്ടാണ് മാർക്കറ്റിൽ ആ ഒരു വലിയൊരു ഫാള് മാർക്കറ്റിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ലോവർ ലെവലിൽ നമ്മൾ 440 സപ്പോർട്ട് തന്നെയാണ് നമ്മൾ നൽകിയിരുന്നത്. പക്ഷെ ആ 440 സപ്പോർട്ട് ബ്രേക്ക് ചെയ്തോടുകൂടി ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തോടുകൂടി ഒരു വീക്ക്നെസ് ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്തു. അതായത് മാർക്കറ്റ് ഒരു സെല്ലിലേക്ക് കൺവേർട്ടായി, ഇൻട്രാഡേയിൽ സെല്ലിലേക്ക് കൺവേർട്ടായി. അപ്പൊ അതിനുശേഷം നോക്കുക, ഇതിന്റെ ഒരു മുകളിലേക്ക് നിഫ്റ്റിക്കായാലും മുകളിലേക്ക് ഒരു സസ്റ്റെയിൻ ചെയ്ത് നിലനിൽക്കാനായിട്ട് സാധിച്ചിട്ടില്ല. പ്രൈസ് സെഷൻ കോഴ്സ് അറ്റൻഡ് ചെയ്തവർക്ക് അറിയാം, ഇത് കൃത്യമായിട്ടുള്ള ഒരു എൻട്രി പോയിന്റ് ആണ്. നമുക്കതിലും ആ ഒരു കൃത്യമായിട്ട് ആ ഒരു ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ട ഒരു ഏരിയ ആണ്. അതിനുശേഷം അതിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്ന സപ്പോർട്ട് എന്ന് പറയുന്നത് 19,350 സപ്പോർട്ട്. ഇവിടെ ശ്രദ്ധിച്ചറിയാം 19,350 ഒരു മുകളിൽ നിന്ന് ഒന്ന് ബൗൺസ് ചെയ്യാനായിട്ട് ശ്രമിച്ചിരുന്നു. എക്സാക്റ്റ് ആയിട്ട് 19,350 ഈ ഒരു ഹാമർ ക്യാനിൽ ഫോം ചെയ്തിരിക്കുന്നത്.
പക്ഷെ നമുക്കൊരു ബൈയിലേക്ക് കടക്കണമെങ്കിൽ അടുത്തൊരു റെസിസ്റ്റൻസിന്റെ മുകളിലേക്കെങ്കിലും സസ്റ്റെയിൻ ചെയ്താലാണ് ആ ഒരു ബൈയുടെ ഒരു സെന്റിമെന്റിൽ മാർക്കറ്റിൽ നിലനിൽക്കുന്നത്. റെസിസ്റ്റൻസ് ലെവലിന്റെ ഒരു ഇമ്പോർട്ടന്റ് മനസ്സിലാക്കുക. നിഫ്റ്റിയിലും മുകളിലേക്ക് ബൗൺസ് ചെയ്യാനായിട്ട് ശ്രമിച്ചെങ്കിലും ആ റെസിസ്റ്റൻസിന്റെ ഒരു മുകളിലേക്ക് നിഫ്റ്റിയിലും സസ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിച്ചിരുന്നില്ല. എക്സാക്റ്റ് ആയിട്ടൊരു ട്രെൻഡ് സെൽ ട്രെൻഡിലായിരുന്നു. അപ്പൊ എപ്പോഴും ട്രെൻഡിനനുസരിച്ച് എപ്പോഴും ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ബൈയുടെ ഓപ്പർച്യൂണിറ്റി ആയാലും നമുക്കത് കിട്ടിയിരുന്നില്ല. ഇപ്പൊ അവസാനത്തെ ഒരു ദിവസത്തിലായാലും നിഫ്റ്റി ആയാലും നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ടുകൾ ബ്രേക്ക് ചെയ്തിട്ടാണ് നിലനിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രെൻഡ് എങ്ങനെയാണ് വരും ദിവസങ്ങളിൽ മാനേജ് ചെയ്യേണ്ടത്? ഹയർ ലെവലിലേക്ക് റെസിസ്റ്റൻസ് ഇപ്പോൾ നിഫ്റ്റിയിലെ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് നിലനിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ നമ്മളൊരു ബൈയുടെ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് യൂട്ടിലൈസ് ചെയ്യാം. അതായത് 360 മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നത്. ആദ്യത്തെ ഒരു 5 മിനിറ്റ് മുകളിലേക്ക് ബ്രേക്ക് ചെയ്താൽ തന്നെ ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. പക്ഷേ തൊട്ടടുത്ത് റെസിസ്റ്റൻസ് ലെവലുകൾ ഉള്ളത് കൊണ്ട് തന്നെ ക്വിക്കായിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് 19,429 തന്നെ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുകയാണ് സേഫ് ആയിട്ടുള്ള രീതി. ഓപ്പൺ ചെയ്യുന്നത് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. 19,420 ബ്രേക്ക് ചെയ്ത് വരുന്ന മുകളിലേക്ക് ബ്രേക്ക് ചെയ്ത് പോകുന്ന ഒരു ഓപ്പണിംഗ് ആണെങ്കിൽ ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ഹയർ ലെവലിലേക്കായാലും അടുത്തൊരു റെസിസ്റ്റൻസ് വരുന്നത് 19,460 റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ മുകളിലേക്കായാലും മൂവ് ചെയ്താലും തൊട്ടടുത്ത് റെസിസ്റ്റൻസ് ലെവലുകളുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിലായാലും നിഫ്റ്റി ആയാലും അതായത് 19,420 മുകളിലേക്കെങ്കിലും നിഫ്റ്റി ഒരു ക്ലോസിംഗ് നടത്തിയാലാണ് ഈ ഒരു സെന്റിമെന്റ് കുറച്ചൊരു ഒരു പോസിറ്റീവ് സെന്റിമെന്റിനുള്ള ഒരു സാധ്യതയുള്ള ഇതൊരു ബൈയുടെ ഒരു ഓപ്പർച്യൂണിറ്റി അല്ല പറയുന്നത്. വരും ദിവസത്തായാലും മൂവ്മെന്റ് ഒരു സ്ട്രെങ്ത് കിട്ടണമെങ്കിൽ 19,420 മുകളിലേക്ക് നിഫ്റ്റി ഒരു സസ്റ്റെയിൻ ചെയ്യണം. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് 19,360 താഴെയാണെങ്കിൽ ഷോർട്ട് സെല്ലിനാണ് സാധ്യത. ചെറിയ ടൈം ഫ്രീയിലെ ഷോർട്ട് സെല്ലിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ലോവർ ലെവലിൽ നല്ലൊരു സപ്പോർട്ട് കാണുന്നത് 19,260 260 ഹോൾഡ് ചെയ്തുകൊണ്ട് മുകളിലേക്ക് നിലനിൽക്കുകയാണെങ്കിൽ ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 260 ബ്രേക്ക് ചെയ്താൽ നിഫ്റ്റിയുടെ അടുത്തൊരു സപ്പോർട്ട് വരുന്നത് 19,180 140 പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 19,100 അടുത്തെത്തുമ്പോൾ നിഫ്റ്റിയിൽ ശ്രദ്ധിക്കണം. 100 അടുത്തെത്തുമ്പോഴാണ് നിഫ്റ്റിക്ക് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു അപ്പ് മൂവ്മെന്റിന് ഒരു സാധ്യത വരുന്നത്. വരും ദിവസങ്ങളായാലും കൃത്യമായിട്ടുള്ള ലെവലുകൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നാലും സപ്പോർട്ടിലാണെങ്കിൽ ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകുന്ന ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി 19,260 ബ്രേക്ക് ചെയ്യാതെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. 360 അടുത്ത് നിന്നുള്ള ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകാവുന്നതാണ്. അപ്പോൾ നിഫ്റ്റിയിലും ഓപ്പൺ ചെയ്യുന്ന ഈ ഒരു ലെവലാണ് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ തൊട്ട് താഴേക്ക് ബ്രേക്ക് ചെയ്താലും 19,260 സപ്പോർട്ടാണ്. ഇൻ കേസ് മുകളിലേക്ക് ബൗൺസ് ചെയ്താലും 19,360 റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിസിഷൻ എടുക്കുമ്പോൾ എപ്പോഴും റെസിസ്റ്റൻസിന്റെ ഒരു മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത് നിലനിന്നാലാണ് ആ ഒരു ബൈയുടെ ഒരു സെന്റിമെന്റ് ബൈക്ക് കൂടുതൽ നിഫ്റ്റിയിലായാലും ആ ഒരു സ്ട്രെങ്ത് വരുന്നത്. കറണ്ട് സെന്റിമെന്റ് ഇന്റർഡേയിൽ മാനേജ് ചെയ്യുന്നതാണ് ബെറ്റർ. കാരണം ബോത്ത് സൈഡിലേക്കുള്ളൊരു പ്രോബബിലിറ്റിയാണ് മാർക്കറ്റിൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നിലനിൽക്കുന്നത്. ട്രെൻഡ് എപ്പോഴും ഒരു നെഗറ്റീവ് സെന്റിമെന്റിലേക്ക് കടന്നിട്ടില്ല. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി ആയാലും ബാങ്ക് നിഫ്റ്റിയെ കുറിച്ചായാലും നമ്മൾ കഴിഞ്ഞ ദിവസത്തിലായാലും ബാങ്ക് നിഫ്റ്റി കഴിഞ്ഞ ആഴ്ചയിലായാലും ബാങ്ക് നിഫ്റ്റിയുടെ എക്സാക്റ്റ് ആയിട്ട് നമ്മൾ പ്രഡിക്ഷൻ നടത്തിയിരുന്നു. ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ എക്സാക്റ്റ് ആയിട്ട് ബൗൺസ് ചെയ്തിരുന്നത് നമ്മൾ എക്സ്പയറി ഡേയിൽ നൽകിയിരിക്കുന്ന ആ ഒരു സപ്പോർട്ടിൽ നിന്നായിരുന്നു ബൗൺസ് ചെയ്തിരുന്നത്. പക്ഷെ നമ്മൾ 45,400 താഴെ എക്സ്പയറി നിലനിൽക്കുമെന്ന് പ്രഡിക്ഷൻ നടത്തിയിരുന്നു. എക്സാക്റ്റ് ആയിട്ട് അതിന്റെ താഴത്തേക്ക് തന്നെ നിലനിർത്തിക്കൊണ്ടാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. തുടക്കത്തിൽ ഈ ഒരു മൂവ്മെന്റ് ആയാലും അത് സപ്പോർട്ടിൽ നിന്നുള്ള ഒരു ബൈ ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പൊ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടിൽ നിന്നുള്ള ഒരു ബൈ ഓപ്പർച്യൂണിറ്റിയാണ് മാർക്കറ്റിൽ എപ്പോഴും ആ ഒരു സ്ട്രെങ്ത് മാർക്കറ്റിൽ കിട്ടുന്നത്. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ കഴിഞ്ഞ ദിവസത്തിലായാലും 45,100 ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞത്. 45,100 ഹോൾഡ് ചെയ്തുകൊണ്ട് ബാങ്ക് നിഫ്റ്റിക്ക് ഒരു അപ്സൈഡ് മൂവ്മെന്റിന് സ്ട്രെങ്ത് കിട്ടിയിരുന്നില്ല. എക്സാക്റ്റ് ആയിട്ട് 45,100 അതായത് പറഞ്ഞിരിക്കുന്ന ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തപ്പോൾ ഈ ഒരു ക്യാൻഡിലുമേ തന്നെ നമുക്കൊരു നല്ലൊരു ഷോർട്ട്സ് ആൻഡ് ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. സെയിം ക്യാൻഡിൽ സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് തന്നെ നമുക്ക് ഷോർട്ട്സ് ആൻഡ് ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഇപ്പോൾ സപ്പോർട്ട് റെസിസ്റ്റൻസിൽ നിന്നൊക്കെ എങ്ങനെയാണ് എക്സാക്റ്റ് ആയിട്ടുള്ള ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ബൈയുടെ ഓപ്പർച്യൂണിറ്റി ഒക്കെ യൂട്ടിലൈസ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ നമ്മൾ നൽകിയിരുന്നു. അതിനുശേഷമായാലും ബാങ്ക് നിഫ്റ്റിയിലും ലോവർ ലെവലിൽ നിന്ന് സപ്പോർട്ട് ലെവലിൽ നിന്നായാലും ബൗൺസ് ചെയ്യാനായിട്ട് ശ്രമിച്ചെങ്കിലും 45,100 സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ലെവലായിരുന്നു. അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം മുൻപത്തെ എക്സ്പയറിയിൽ പോലും ആ ഒരു സപ്പോർട്ടായിരുന്നു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആയിട്ട് ഇപ്പോൾ വരും ദിവസങ്ങളായാലും ബാങ്ക് നിഫ്റ്റി ആക്ട് ചെയ്യും.
ഇപ്പോൾ നിഫ്റ്റി അപേക്ഷിച്ച് ബാങ്ക് നിഫ്റ്റി കാണുന്ന കുറച്ചൊരു വീക്ക്നെസ് ട്രെൻഡാണ്. നിഫ്റ്റി കുറച്ചൊരു സെന്റിമെന്റ് ഒരു പോസിറ്റീവ് പ്രോഫിറ്റ് ബുക്കിംഗ് വന്നെങ്കിലും സെന്റിമെന്റ് കുറച്ചൊരു പോസിറ്റീവ് സെന്റിമെന്റ് ഉണ്ട്. പക്ഷേ ബാങ്ക് നിഫ്റ്റി സ്റ്റിൽ ഒരു വീക്ക്നെസ് ട്രെൻഡാണ്. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി ആയാലും ഇപ്പോൾ വരും ദിവസങ്ങളായാലും ശ്രദ്ധിക്കേണ്ട ലെവൽ ഇപ്പോൾ 47,050 നമ്മൾ സൂചിപ്പിച്ചിരുന്നത്. 47,050. അപ്പോൾ ശ്രദ്ധിക്കുക, 47,050 മുകളിലേക്ക് ഹോൾഡ് നിലനിൽക്കാത്തോടത്തോളം കാലം ബാങ്ക് നിഫ്റ്റിയിൽ ഒരു പ്രഷർ ഉണ്ടായിരിക്കും. ഷോർട്ട് സെല്ലിനുള്ള ഒരു സാധ്യത ബാങ്ക് നിഫ്റ്റിയിൽ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ ഒരു താഴെ നിലനിൽക്കുമ്പോൾ റെസിസ്റ്റൻസിന്റെ അടുത്ത് നിന്നുള്ള സെല്ലിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകേണ്ടത്. സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവലിൽ എത്തുമ്പോൾ ജസ്റ്റ് ഒന്ന് മാറി നിൽക്കുക. സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ലെവൽ ഏതൊക്കെയാണ്, ബാങ്ക് നിഫ്റ്റി എങ്ങനെയാണ് നമുക്കൊരു കൃത്യമായിട്ട് മാനേജ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ ഹയർ ലെവലിൽ സ്ട്രോങ് റെസിസ്റ്റൻസ് ഏരിയ 47,050 47,100 അടുത്ത് സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ ആണ്. അപ്പോൾ ഇൻ കേസ് നമ്മളൊരു സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്താലും 44,920 എന്ന് പറയുന്നത് ബാങ്ക് നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് ആണ്, വരും ദിവസത്തെ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ഈ റെസിസ്റ്റൻസിന്റെ മുകളിൽ ഓപ്പൺ ചെയ്ത് ഒരു ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്താലും 47,050 47,100 അടുത്ത് സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവലാണ്. അപ്പോൾ ഇൻ കേസ് ഓപ്പൺ ചെയ്ത് 47,050 മുകളിലാണ് 47,100 ബ്രേക്ക് ചെയ്ത ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. തൊട്ടടുത്ത് റെസിസ്റ്റൻസ് ലെവലുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് റിവേഴ്സ് ആകുമ്പോൾ അല്ലെങ്കിൽ തിരിച്ച് ആ ഒരു ഓപ്പണിംഗ് റേഞ്ച് ബ്രേക്ക് ചെയ്യുമ്പോൾ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുക. 47,200 അടുത്ത് തന്നെ റെസിസ്റ്റൻസുകളുണ്ട്. പക്ഷെ അതുകൊണ്ട് തന്നെ 47,050 മുകളിലേക്ക് ഒരു ഹോൾഡിംഗ് ബേസിസിൽ നിലനിർത്തിയാലാണ് ഈ ഒരു വീക്ക് ട്രെൻഡ് ഒന്ന് ചേഞ്ച് ആവുന്നത്. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് 44,920 ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിംഗ് ആണെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലെ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 44,700 ഈ ലെവലൊന്ന് ശ്രദ്ധിക്കുക. ഈ ഒരു ലെവലാണ് കുറച്ചൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവല്. അപ്പോൾ ഈ ഒരു സപ്പോർട്ട് ലെവൽ എത്തുന്ന ഒരു സമയത്ത് അഗ്രസീവായിട്ടുള്ള ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്ത് ഈ ഒരു ലെവലിൽ നിന്ന് അല്ലെങ്കിൽ 44,620 ഈ ഒരു ലെവലിൽ നിന്നായാലും ബാങ്ക് നിഫ്റ്റി തുടക്കത്തിലൊരു ബൗൺസിന് ഒരു സാധ്യതയുണ്ട്. ഇപ്പോൾ ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്, സപ്പോർട്ടിലാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ബൈ ഓപ്പർച്യൂണിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകണം. ഓപ്പണിംഗ് റേഞ്ച് ബ്രേക്ക് ചെയ്താൽ 1,500 ഹൈ ബ്രേക്ക് ചെയ്താൽ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 44,920 എത്തുന്ന ഒരു സമയത്ത് തന്നെ പൊസിഷൻസ് എക്സിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ചെറിയൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നാലും 44,700 ഹോൾഡ് ചെയ്തുകൊണ്ട് ഓപ്പണിംഗ് റേഞ്ച് തിരിച്ച് മുകളിലേക്ക് ബ്രേക്ക് ചെയ്താൽ ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. എപ്പോഴും സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് ബൈർ ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ അടുത്ത ഏതെങ്കിലും ഒരു റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു ഓപ്പണിംഗ് റേഞ്ച് ഏതെങ്കിലും ഇങ്ങനത്തെ ഒരു റെസിസ്റ്റൻസുകളൊക്കെ ഒന്ന് ബ്രേക്ക് ചെയ്താൽ തന്നെ ബൈ സ്ട്രോങ് ആയിട്ട് ആക്റ്റീവ് ആകും. ഫിൻ നിഫ്റ്റിയിൽ നമുക്ക് നോക്കാം. ഫിൻ നിഫ്റ്റിയിൽ എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയെ പോലെ തന്നെയാണ് നിഫ്റ്റിയിലായാലും സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആയാലും ഫിൻ നിഫ്റ്റിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഹയർ ലെവലിൽ നിന്നായാലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു അഗ്രസീവ് ആയിട്ടുള്ളൊരു ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുന്ന ഒഴിവാക്കേണ്ട ഇടയിൽ മാത്രമായിട്ട് ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. പൊസിഷൻസ് ഒരു കാരണവശാലും ഹോൾഡ് ചെയ്യാതിരിക്കുക. കാരണം നമ്മൾ ഈ ഒരു ലെവലിൽ നിന്നായാലും ബൗൺസ് ചെയ്തപ്പോഴൊക്കെ നമ്മൾ സൂചിപ്പിച്ചിരുന്ന സ്ട്രോങ് ആയിട്ടുള്ളൊരു ബൈ ട്രെൻഡ് ആണ്. പക്ഷേ ഈ ഒരു സെന്റിമെന്റിൽ നിഫ്റ്റിയും ഫിൻ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. അടുത്തൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവലിലേക്ക് വരുമ്പോഴാണ് ഇനിയായാലും ബൗൺസിനായിട്ടുള്ള ഒരു സാധ്യത വരുന്നത്. ഏതാണ് അടുത്തൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവൽ, എങ്ങനെയാണ് ഫിൻ നിഫ്റ്റിനെയും മാനേജ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. നമുക്ക് ഇൻട്രാ ടൈം ഫ്രെയിമിൽ നമുക്ക് നോക്കാം. 5 മിനിറ്റ് ടൈം ഫ്രെയിലാണ് ഫിൻ നിഫ്റ്റി ലെവൽ പറയുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഫിൻ നിഫ്റ്റിയിലെ ആയാലും ലോവർ ലെവലായാലും കുറച്ചൊരു സ്ട്രോങ് സപ്പോർട്ട് ഉണ്ട്. അതായത് 20,030 അതുപോലെ തന്നെ 19,960 ഇത് രണ്ടും ലോവർ ലെവലിൽ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ലെവലാണ്. അപ്പോൾ ഫിൻ നിഫ്റ്റിക്കായാലും ഈ ഒരു പോസിറ്റീവ് ട്രെൻഡ് ഇനി നിലനിർത്തണമെങ്കിൽ നല്ലൊരു സപ്പോർട്ട് ലെവലിൽ എത്തിയതിനു ശേഷം, ഇതൊരു നല്ലൊരു സപ്പോർട്ട് ലെവലാണ് 20,030 അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു താഴത്തേക്ക് വന്നതിന് ശേഷം വീണ്ടും മുകളിലേക്ക് ബൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ ബൈർ ഓപ്പർച്യൂണിറ്റി ഇൻട്രാഡേയിൽ യൂട്ടിലൈസ് ചെയ്യാം. ഹയർ ലെവലിൽ നിന്നായാലും ആ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവലുകളായിട്ട് 20,300 ഈ ഒരു ലെവലൊക്കെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവൽ തന്നെയാണ് വരുന്നത്. ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്. ഈ ഒരു ലെവലിൽ പ്രത്യേകിച്ച് ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസുകളില്ല. അതുകൊണ്ട് തന്നെ 15 മിനിറ്റിന് ശേഷം ഹൈയോ ലോയോ ബ്രേക്ക് ചെയ്തതിനനുസരിച്ച് ഇപ്പോൾ ട്രേഡുകൾ പ്ലാൻ ചെയ്യുക. പക്ഷേ ഹയർ ലെവലിലേക്ക് അല്ലെങ്കിൽ 20,150 റെസിസ്റ്റൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഇൻ കേസ് ബൈർ ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ 150 എത്തുമ്പോൾ തന്നെ ഉടനെ
പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. കുറച്ചും കൂടി സ്ട്രോങ് കിട്ടുന്നത് 230 മുകളിലേക്കെങ്കിലും സസ്റ്റെയിൻ ചെയ്യണം. 150 മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നത്, അതായത് 20,150 മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നത്. ചെറിയ ടൈം ഫ്രെയിമിൽ ബൈർ ഓപ്പർച്യൂണിറ്റി കിട്ടിയ യൂട്ടിലൈസ് ചെയ്യാം. അല്ലെങ്കിൽ 230 മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ചെറിയൊരു ടൈം ഫ്രെയിമിലെ ബൈർ ഓപ്പർച്യൂണിറ്റി കിട്ടി കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യാം. 20,300 ഹയർ ലെവൽ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവൽ വരുന്നത്. ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് 20,030 ബൈർ ഓപ്പർച്യൂണിറ്റി കിട്ടിയ യൂട്ടിലൈസ് ചെയ്യുക. ആദ്യത്തെ ഒരു 5 മിനിറ്റിന്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. കാരണം ഇതൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവൽ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ലെവലിൽ നിന്ന് തന്നെ ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്നത് പ്രത്യേകം ശ്രദ്ധിക്കാൻ പറഞ്ഞിരിക്കുന്ന ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നാലും 20,150 താഴെയാണെങ്കിൽ ഷോർട്ട് സെല്ലാണ് സാധ്യത. ഷോർട്ട് സെല്ലിന്റെ ഓപ്പർച്യൂണിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകാവുന്നതാണ്. അപ്പോൾ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റിയിൽ ഇത്ര ലെവലുകൾ ഫോളോ ചെയ്താൽ കൃത്യമായിട്ട് ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് സാധിക്കും. മാർക്കറ്റിലെ വലിയ അവസരമായിട്ട് നമുക്ക് വരും ദിവസം അപ്ഡേറ്റിൽ വീണ്ടും കാണാം. എല്ലാവരുടെയും വലിയ ഷെയറുകൾ കമ്പനി പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.